ഇന്ന് എൻ്റെ പൊന്നോൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓണം പ്രോഗ്രാമാണ്. അങ്ങനെ രാവിലെ അവൾ എണീച്ചു, ഞാനിപ്പോൾ എണീച്ചതേ ഉള്ളൂ. ഇപ്പോൾ എണീച്ചതാ ഹെയർ കെട്ടിക്കൊടുത്ത്, ഞാനാണ് തലമുടി കെട്ടിക്കൊടുത്തത്. ഇതാ കട്ട് ചെയ്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ട്രീറ്റ്മെൻറ്റിൽ പോയിട്ട് നന്നായിട്ട് പിന്നെ കട്ട് ചെയ്യാം. പക്ഷെ അവർ ആ വീഡിയോ പോലും തന്നില്ല. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ എണീച്ചപ്പോൾ ഒറ്റയ്ക്ക് ഇതാ ഒരുങ്ങിയൊക്കെ നിൽക്കുക. പക്ഷേ ഫൗണ്ടേഷനൊക്കെ ഇടായിരുന്നു, എന്നാലേ അതിന് ഫോട്ടോ ഒക്കെ എടുത്തോ നോക്കട്ടെ. അടിപൊളി. എല്ലാം ഇട്ടാ, കമ്മലും മാലയും വളയും എല്ലാം ഇട്ടാ. ഞാൻ എണീച്ച് വന്നപ്പോഴും ഗുണമാവ മേക്കപ്പ് ഒക്കെ ഇട്ടു. ഐലൈനർ റൂഷൊക്കെ ഇട്ടല്ലേ, കണ്ണിന്റെ മുകളിലില്ല ഐലാഷും ലേസ് റൂഷൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. സുന്ദരിക്ക് പൊട്ടിന്റെ ആവശ്യമില്ല, എന്നാലും പൊട്ട് കളയാതെ കൊണ്ടുവരണേ. നോക്കട്ടെ, കുറയണോ? എനിക്ക് 10 മണിക്കാണ് ക്ലാസ് എന്നുള്ളത് കൊണ്ട് എന്നെ രാവിലെ വിളിച്ചുണർത്തിയില്ല. അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരുങ്ങി വൃത്തിയായി അടിപൊളി സുന്ദരി കുട്ടിയായിട്ട്, മിടിക്ക് കുട്ടിയായിട്ട് അവൾ ഒരുങ്ങി ഇറങ്ങി. അവൾ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ പഴയതുപോലെയൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഉറങ്ങിപ്പോയി. എനിക്കാണെങ്കിൽ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല, എല്ലാം കൂടി അങ്ങോട്ട് നടക്കുന്നില്ല. ഹെയർ സെറ്റ് ചെയ്തതായിരുന്നേ, പക്ഷേ ഇത് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ പോയി. ഇന്നലെ നമ്മളിതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചതാ. ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, വണ്ടി ക്യാബ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് എൻ്റെ പൊന്നൂട്ടി. അശ്വടാ, ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ചായ ഇടാൻ അടുക്കളയിലോട്ട് കയറിയപ്പോഴും സങ്കടമായിപ്പോയി. പൊന്നതാ എനിക്ക് കൊണ്ടുപോകാനുള്ള ബൂസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പഴം പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചു, ചായ ഇട്ട് അടച്ചു വെച്ചു, തണുത്ത് പോയി ചൂടാക്കാൻ. അയ്യോ പാവം എൻ്റെ തങ്കക്കൂടെ ഇതാ വിളിക്കുന്നു. മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നു. അയ്യോ, ദോശ ഉണ്ടാക്കി വെച്ചു, 2-3 ദോശ ഉണ്ടാക്കി വെച്ചു. എൻ്റെ അമ്മ ഒന്നും പറയാല്ല, രാവിലെ എന്നെ കരയിപ്പിച്ചു കളഞ്ഞു. എന്താ പറയാ, ഞാൻ പൊന്നോള് ചെയ്തതാ. ഞാനിപ്പോൾ ജസ്റ്റ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുളിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഒരുങ്ങിയിട്ട് വരാം. പോയിട്ട് വരട്ടെ ഗെയ്സ്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ എങ്ങനെയുണ്ട്. ഫോർമൽ ഷൂ വാങ്ങിയില്ല, അത് കാരണം ഞാൻ സ്പോർട്സ് ഷൂ ഇട്ടു. ഓക്കെ, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടില്ല. ചായ കുടിക്കാതെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ എല്ലാം അകത്ത് പോവും. ഓടാ ഓട്ടെ, ഇനി റോഡിൽ കിടന്ന് കുത്തിത്തിരികി കമ്മ ഭരതനാട്യം മുഴുവൻ കളിക്കണം. കുടിക്കാതെ പോയ പാവല്ലേ, അവൾ ഇട്ട് വെച്ചില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ബൈ, ടേക്ക് കെയർ. അപ്പോൾ ചോദിച്ചാൽ ബാക്കിയെല്ലാം ചെയ്തു. ബാക്കിയൊന്നും ചെയ്തില്ല, കണ്ണ് എഴുതിയിട്ടില്ല, മസ്കാര ഇട്ടിട്ടില്ല, ഒരു സാധനം ഇട്ടിട്ടില്ല. പക്ഷെ ഒരു ഞുളുക്ക് വിദ്യയെ കൂടി ഇതാക്കുക. കാരണം എന്താണ്, യൂണിഫോം കിട്ടുമ്പോൾ മസ്റ്റായിട്ട് ഗ്രൂമിങ് അവർ ശ്രദ്ധിക്കുമായിരിക്കും. അതുവരെ ഇങ്ങനെ പോട്ടെന്ന്. കാരണം കണ്ണ് എഴുതി കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടി മുഴുവൻ നല്ല ഡാർക്കാവും. അത് കുറഞ്ഞൊരു എനിക്ക് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മസ്കാരയുടെ ഐലൈനറിൻ്റെ ഒക്കെ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ട്. ക്ലാസ്സിലൊരു ഷോർട്ട് ബ്രേക്ക് കിട്ടിയ ടൈമിൽ ഞാനൊരു റീലും കുറച്ച് ഫോട്ടോസും എടുത്തതാട്ടോ. ആകെ ഒരു 2-5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വേറെ ആക്ടിവിറ്റീസൊന്നും ഇല്ലല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ ആ സമയത്ത് എടുത്തത്. അല്ലാതെ രാവിലെയൊക്കെ ഫുൾ ഓട്ടപ്പാച്ചിലായിരിക്കും. എണീറ്റ് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുളിച്ച് റെഡിയായി അങ്ങോട്ടായി. പാവം എൻ്റെ പൊന്നുമാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യാറ്, കുക്കിങ്ങും അതും ഇതും ഒക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പഠിക്കുന്ന സമയത്ത്. പക്ഷേ അവൾ ഭയങ്കര പെർഫെക്റ്റ് ഡോട്ടറാണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മോളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും ഇങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ എനിക്ക് ഈ കോഴ്സിന് പോകാനും എനിക്ക് ഇത്രയും സപ്പോർട്ടും കൂടി അവൾ തരണുണ്ട് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ മെറ്റിൻ്റെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഫസ്റ്റ് മന്ത് ഇതായിരിക്കും ക്ലാസ്. ഇത് കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത്. ഈശ്വര, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് DGCA എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനൊന്ന് പാസ് ഔട്ട് ആവണേ. എനിക്കൊണ്ട് പാസ് മാർക്ക് തന്നെ 70ആണ്. ഫിസിക്സും ഫുൾ ഫിസിക്സ് മാത്സ് അല്ലാതെ ഒന്നുമേ അവിടെ ഇല്ല. ആക്ച്വലി ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഗെയ്സ്, ഇതുപോലെ ഇങ്ങനെ കിടന്ന് പമ്പരം കറങ്ങും പോലെ കറങ്ങാതെ ആഗ്രഹമായിട്ട് തന്നെ അവിടെ വെച്ചിരുന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ നോക്കിയപ്പം എൻ്റെ വണ്ടിയാണ് പുറത്ത് കിടക്കണേന്ന് തോന്നി. എൻ്റെ വണ്ടി ബാക്കിലാണ്. സെയിം ക്രെറ്റ കണ്ടപ്പോഴത്തേക്കും, സെയിം മോഡൽ കണ്ടപ്പോഴത്തേക്കും യെസ്, അതിൽ ആളുണ്ടായിരുന്നു. ഞാൻ അത്ര നേരം വെറുതെ വെയിറ്റ് ചെയ്തു. ഡിയേഴ്സ്, നമ്മൾ പോകുന്നു നേരെ എൻ്റെ പൊന്നോൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല, പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട്. ഭയങ്കര സന്തോഷം എനിക്ക് ഇതുപോലെ എൻ്റെ അതേ സെയിം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. യെസ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഷേക്ക് കുടിക്കാനും ജ്യൂസ് കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പോയി. ആസ് യൂഷ്വൽ എന്താണോ
സാധാരണ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യല് നേരെ എൻ്റെ പൊന്നുവിൻ്റെ അടുത്തോട്ട്. മുൻപ് പൊന്നുവിൻ്റെ ഡേ കെയറിലോട്ടാണ് പോയിരുന്നെങ്കിൽ ഇന്നിപ്പം പൊന്നുവിന് ഓണാഘോഷ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഓഡിറ്റോറിയത്തിലോട്ട് ഫ്രണ്ട്സ് എല്ലാവരും ഷേക്ക് കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ റെസ്റ്റോറൻറ്റിലും അവിടെ ഇവിടെയൊക്കെ പോയി. നമുക്ക് പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ല, നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലല്ലേ. എൻ്റെ പൊന്നോട്ടി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും അവിടെ. അവൾക്കിന്ന് പ്രോഗ്രാമൊക്കെ ഉള്ളതായിരുന്നു. എനിക്കിന്ന് അവളുടെ കൂടെ പോകാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. രാവിലെ സ്വന്തമായിട്ട് തന്നെ ഒരുങ്ങി പാവം. ഇങ്ങനെയും ലൈഫ് ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ കയറി വന്നത് എൻ്റെ പൊടി കുഞ്ഞു പൊന്നൂട്ടിയും കൊണ്ട്. ബൈ. സങ്കടം ഉണ്ടാന്ന് വെച്ചാൽ ഒരുപാട് സങ്കടമുണ്ട്. കാരണം +2 കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ പഠിക്കാൻ പോകുമ്പോൾ. എല്ലാ ആഗ്രഹവും അതിനെക്കാട്ടി എക്സ്ട്രീം ലെവലിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു പൊന്നുമുണ്ട്. ഡിയേഴ്സ്, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നുമ്മ പൊന്നുവിൻ്റെ അടുത്തിട്ട് പോവുകയാണ്. പാരൻസിനോടൊക്കെ പെരുത്ത് നന്ദി പറയണം, ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിലോട്ട് വെച്ച് തന്നതിന് എല്ലാത്തിലും പറ്റി. മൊറോവർ എൻ്റെ എക്സ് ഹസ്ബൻഡിനോട്. പക്ഷേ മനുഷ്യനായിട്ട് ജനിച്ചു പോയില്ലേ, മനുഷ്യനായിട്ടല്ലേ ജീവിക്കാൻ പറ്റൂ. എന്തുകൊണ്ടോ മനുഷ്യത്വം വിടാത്തത് കൊണ്ട് ഇപ്പോഴും സ്വന്തം സുഖത്തെക്കാട്ടിയും സ്വന്തം സന്തോഷത്തെക്കാട്ടിയും റെസ്പോൺസിബിലിറ്റീസ് എന്നോട് ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പോൾ ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നു വിളിക്കുന്നു. പൊന്നോ, ഞാൻ വരാം, ഇതാ വരുന്നു. ഓക്കെ ഓക്കെ. ക്ലാസ് കഴിയുന്ന ടൈമിന് വിളിച്ചിരിക്കും. ഉത്തരവാദിത്ത ബോധമുള്ള ഗാർഡിയനാണ് അവള്, എന്നെ പോലെ. എൻ്റെ പൊന്നോ. ഹലോ. അവളുടെ ഓണ പ്രോഗ്രാമില് ഫുഡ് കഴിക്കാൻ വിളിച്ചതാ. അവിടെ കൂപ്പൺ ഉണ്ട്, അപ്പൊ വരുമ്പോ വിളിക്കണം എന്ന് പറഞ്ഞതാ. എനിക്ക് വയ്യ. ഇതാണ് നല്ല പ്രായം എത്തുന്നതിന് മുമ്പ് ഇതുപോലെ മക്കളുണ്ടായാലുള്ള ഗുണം. സാധാരണ പാരൻസ് അല്ലേ അങ്ങനെ വിളിച്ചിട്ടൊക്കെ ഓർമ്മിപ്പിക്കല്, മക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെക്കല്. പക്ഷെ ഞാൻ ഇത്രയും വർഷം അവൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചതുകൊണ്ട് ഇപ്പൊ അവൾ എനിക്ക് വേണ്ടിയിട്ട് കരുതലോടുകൂടി ജീവിക്കുന്നു. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടതാ ഇതുവരെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടില് BM X320. അങ്ങനെ പൊന്നുവിൻ്റെ പ്രോഗ്രാം നടക്കുന്ന ഹോളൊക്കെ കണ്ടുപിടിച്ച് വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോഴേ സാധാ ഒരു സിമ്പിൾ വീടാട്ടോ, പക്ഷെ എന്തൊരു ഭംഗിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ വീട് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ, എനിക്ക് നാട്ടിൽ പോയ പ്രതീതി. അങ്ങനെ വണ്ടി കിട്ടോ. ഇനി 1 കിലോമീറ്ററോളം നടക്കണം. അവിടെ എങ്ങും പാർക്കിംഗ് ഇല്ല. പൊന്നു എനിക്ക് വേണ്ടി കൂപ്പണൊക്കെ എടുത്ത് വെച്ചിങ്ങനെ കാത്തിരിക്കുക ഫുഡ് കഴിക്കാതെ. അയ്യോ, മുടിഞ്ഞ വെയിൽ. പോയി കുട എടുത്തിട്ട് വരട്ടെ. പ്രത്യേകിച്ച് കേസ് കുടയില്ല. ഈ മൈഗ്രെയിൻ എന്നൊരു സാധനം ഉണ്ടെങ്കിലേ ഊപ്പാടഞ്ചും വരും വെയിൽ കൊണ്ടാൽ. പണ്ടൊക്കെ ഞാൻ വെയിലത്ത് മാത്രമേ നടക്കുള്ളായിരുന്നു. ഇപ്പോൾ വെയിലെന്ന് അയ്യോ, പൊരിഞ്ഞ വെയിൽ. 1 മണി 1:30 മണിയുടെ വെയിൽ. രക്ഷയില്ല. ഒരാഴ്ചത്തേക്കുള്ളതായി തലവേദന. ഒരു മനുഷ്യൻ്റെ ലൈഫ് നശിപ്പിക്കുന്ന 2 കാര്യമാണ് കഫക്കെട്ടും മൈഗ്രെയിനും. വേറെ ഒരസുഖവും വേണ്ട. പിന്നെ പീരിയഡ്സ് പെയിനും. ഈ 3 സാധനം ഉണ്ടെങ്കിൽ പെമ്പിളരുടെ കാര്യം അതോ ഗതിയാണ്. എന്നെ കണ്ടപ്പോൾ പൊന്നൂട്ടിയുടെ സന്തോഷം നോക്കിയേ. ഞാൻ അവിടെ ചെന്നപ്പോൾ സദ്യ കഴിക്കുന്ന സമയമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണ്. എന്ത് രസമെന്ന് പറയും. എല്ലാ സുന്ദരി കുട്ടികൾ. ഒരു ഡ്രസ്സിങ് കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം അവരുടെ ഡ്രസ് സൈൻസ് ഉണ്ടല്ലോ, മാക്സിമം ഓണത്തിനാണെങ്കിൽ മാക്സിമം അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം മോഡേണായിട്ട് ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഓരോരുത്തരെയും ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന് എത്ര പ്രൊഫഷണൽ ആയിട്ടാണെന്നറിയോ അവരുടെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരെയും ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത. അങ്ങനെ ഞാൻ സദ്യക്കിരുന്നു ഗെയ്സ്. അങ്ങനെ അതാ ഓരോന്ന് മാങ്ങ അച്ചാർ തൊട്ട് നമ്മുടെ ഇഞ്ചിക്കറി തൊട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തോരൻ വന്നു, അവിയൽ വന്നു, അത് വന്നു, ഇത് വന്നു, കൂട്ടുകറി വന്നു. പിന്നെ ഇതാണ്. ബാക്കിയൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇതാ. അങ്ങനെ സദ്യയിലെ ഇലയിൽ കറികളെല്ലാം വരിവരിയായിട്ട് നിരന്ന് ചോറ് ചേച്ചി വിളമ്പാൻ തുടങ്ങി ഗെയ്സ്. എന്ത് അടിപൊളി ടേസ്റ്റി ഫുഡാണെന്നറിയോ. അത്ര എനിക്കൊന്ന് അജിനോമോട്ടോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു.
അത്ര അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു എന്ന് മാത്രമല്ല എൻ്റെ അടുത്ത് വന്നപ്പോൾ ചോറ് തീർന്നു പോയി. അങ്ങനെ എല്ലാവർക്കും വിളമ്പി എല്ലാവരും കഴിച്ച് തുടങ്ങിയ ശേഷമാണ് എനിക്ക് ചോറ് വന്നത്. അങ്ങനെ സാമ്പാർ ഒഴിച്ചു. അപ്പോൾ അതിൽ പീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് ചേച്ചിനോട് ചോദിച്ച് വാങ്ങിച്ച പീസ്. അടിപൊളി ഹിന്ദുസിൻ്റെ വെഡ്ഡിങ്ങിനാണ് കേട്ടോ സാധാരണ അടിപൊളി സദ്യ കിട്ടുന്നത്, എവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ശരി. പക്ഷേ ഇതുണ്ടല്ലോ, ഇടത്തെ കൈ ഉണ്ടല്ലോ വലത്തെ കൈ കൊണ്ടാണ്, അത് മിറർ എഫക്റ്റാണ്. ഇനി അത് ചോദിക്കേണ്ട. പഴം കൊണ്ടുവന്ന് അപ്പുറത്തെ കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി അവിടെ വെച്ചോളൂ, ഞാൻ എടുത്തോളാം, 2 പായസമില്ലേ എന്ന് പറഞ്ഞു. അതും കൂടി ഞാൻ അവിടെ വെച്ചു. കണ്ടാൽ ഇടത്തെ കൈ കൊണ്ട് കഴിക്കണ എന്താണെന്ന് ചോദിക്കരുത്, അത് വലത്തെ കൈയാണ്. പായസം 1 വന്നു, പായസം 2 വന്നു. ഓ അടിപൊളി. കടലപ്രഥമനാണെങ്കിലും മറ്റേ അടപ്രഥമനാണെങ്കിലും. ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് പോകാതെ കഴിക്കാൻ പഠിച്ചു ഗൈസ്. അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് ചോറ് മുഴുവൻ ഞാൻ അടിപൊളിയായിട്ട് കഴിച്ച് ഇല കാലിയാക്കി. ഞാൻ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല എൻ്റെ ഡ്രസ്സിൽ വീഴാതെ ഒരു ഇച്ചിരി തുള്ളി അല്ലാതെ എൻ്റെ ഡ്രസ്സിൽ വീഴാതെ കഴിക്കാൻ ഞാൻ പണ്ട് ഇതുപോലെയായിരുന്നു. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അതൊക്കെ പോയി. ഞാനിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇത് കണ്ടതാണ്. എനിക്ക് കാലിഗ്രഫി ഭയങ്കര ഇഷ്ടം. അത് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. എൻ്റെ പൊന്നും അങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നത് കള്ളിപ്പെണ്ണ്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് പിടിച്ചിരുന്നു, അവിടെ വന്നില്ല. അപ്പം സാറ് എനിക്കും മോൾക്കും അവിടെ 2 പേർക്കും കൂടി ചെയർ, കാരണം പാരൻസ് ആയിട്ട് ഞാനായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാക്കിയിട്ട് അവൾ വന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നോളാം അമ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി കുത്തിയിരുന്ന് കഴിക്കുന്നു നോക്കി. അവളാകെ മാറിപ്പോയി. അവൾ ഫുൾ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു ഫുൾ കറക്കം. പിന്നെ ഞാനും വിചാരിച്ചു, കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആകെ കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളാണ് അവൾക്ക്. അപ്പോൾ ഈ ഒരു വർഷം ഈ കോഴ്സിന് അവൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വർഷം +1 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും സ്കൂളിലോട്ട് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു അവളുടെ ടൈം നമ്മളായിട്ട് വെറുതെ നശിപ്പിക്കണ്ടല്ലോ. ഞാനവിടെ എത്ര കണ്ടാലും മതി വരത്തില്ല. എനിക്ക് അറിയില്ല കേട്ടോ. എങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സിൽ എൻ്റെ പൊന്നോട്ടിയെ കണ്ടപ്പോഴത്തേക്ക് കുണുവാവ ശരിക്കും വലിയ വാവ എന്നെ അങ്ങോട്ട് വിളിച്ചതിന് അതറിയോ, പായസം ഇല്ലെന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. വലിയ കാര്യത്തിലെത്തോ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുക പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. കഴിച്ച സമയത്ത് ചുണ്ടിൽ ഇതൊക്കെ പോയി. അങ്ങനെ ലിപ് ബാം ഇടുക, ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ് ബാം. അത് ലിപ് ബാം ഫുള്ള് പോയി. അത് വനേറയുടെ ഒരു ലിപ് ബാമാണ് ഞാൻ വാങ്ങിച്ചത്. അത് കുറച്ച് ടിൻറ്റഡാണ്. അപ്പോൾ അത് കാരണം ചെറിയൊരു ഷെയ്ഡും കൂടി ഉണ്ട് അതിൽ. എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് പാവം ചെയർ എടുക്കുക അവൾ. കുണുവാവ ഫാഷൻ ഷോയ്ക്കുണ്ട്. അങ്ങനെ വിയർത്തൊലിച്ച് ആകെ ഇതാക്കി അങ്ങനെ മെല്ലെ അതൊക്കെ സെറ്റൊക്കെ ചെയ്യുക. ഞാൻ എണീച്ച് രാവിലെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരുക്കണമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴത്തേക്കും അവൾ പിന്നെ ഒരുങ്ങി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പിന്നെ കുഞ്ഞു കുട്ടിയല്ലേ, വേണ്ട വെറുതെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വലിച്ചുവാരി ഇട്ടിട്ട് അവളുടെ സ്കിൻ വെറുതെ നശിപ്പിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പൊതുവേ അവൾക്ക് മേക്കപ്പ് ഒന്നും പൊതുവേ ഇട്ട് കൊടുക്കാറുമില്ല, അവൾ ഇടാറുമില്ല കേട്ടോ. ഞാൻ അവളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കാരണം അത്രയും സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ എത്ര കുഞ്ഞിലേ തന്നെ, പ്രത്യേകിച്ച് മൈനറും കൂടിയാണ്, സ്കിൻ വെറുതെ നശിപ്പിക്കണ്ടല്ലോ. അവൾ ബാക്കിൽ സീറ്റ് പിടിച്ച്, ഞാൻ ഈ സീറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തോണ്ടേ ബാക്കിലോട്ട് പോയിട്ട് അതുപോലെ തിരിച്ചു വന്നതാണ്. ഇവിടെ ഇരുന്ന് അവിടെ ചെന്നപ്പോൾ സീറ്റ് പോയി. ഞാൻ ഇപ്പോഴും സീറ്റ് പിടിച്ചിട്ടിരുന്നേണ്ട, അങ്ങനെ അത് പറഞ്ഞിട്ട് ചിരിക്കരുത്. അവളെ ഞാൻ ട്രോൾ ചെയ്താ. എന്താ ഒരുത്തി കാരണോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞില്ലേ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ഞാൻ ഒന്നുകൂടി ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഇരുന്നതായിരുന്നു. ഇതാണ് അവിടുത്തെ മാം, അവരുടെ ബോൺലെസ് കൊച്ചിയിലെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാമാണ്. ഭയങ്കര സുന്ദരി കേട്ടോ. സ്റ്റുഡൻസിനെ കാട്ടി അവിടെ ഏറ്റവും സുന്ദരി പുള്ളിക്കാരിയാണെന്ന് എനിക്ക് തോന്നി. അത്ര സുന്ദരിയാണ് നേരിട്ട് കാണാൻ. അതിനെക്കാട്ടിയും പുറത്ത് എത്ര ബ്യൂട്ടി ഉണ്ടോ അതിൻ്റെ 100 ഇരട്ടിയാണ് പുള്ളിക്കാരിയുടെ മനസ്സിൽ. അങ്ങനെ ഫാഷൻ ഷോ സ്റ്റാർട്ട് ചെയ്തു ഗെയ്സ്. അപ്പോഴത്തേക്കും എൻ്റെ ഫോണ് ഓഫായിപ്പോയി. ഈ കുട്ടിയാട്ടോ അവിടെ കഴിഞ്ഞ പല പ്രാവശ്യവും ഫാഷൻ ഷോയിൽ ഫസ്റ്റ് വാങ്ങി. അപ്പോൾ ആ കുട്ടിയെ ഫസ്റ്റ് വിളിച്ചു. അടിപൊളി സ്ട്രക്ചർ അവളുടെ, അതുപോലെ എന്തൊരു കോൺഫിഡൻസ് അവളുടെ ഫേസിലൊക്കെ. എനിക്കൊന്ന് പ്രൊഫഷണൽ ഫാഷൻ മോഡലാണോന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുവിൻ്റെയാണ്. പൊന്നുവാണെങ്കിൽ പാനിക്കായി പോയി. അത് കാരണം പൊന്നു ഭയങ്കര സ്പീഡിൽ 10-25 റാമ്പിൽ ഇതാക്കിയ പൊന്നുമായിരുന്നു. പക്ഷേ പൊന്നുവിന് ഇവിടെ കയറിയപ്പോഴത്തേക്ക്, പിന്നെ മാത്രമല്ല ഈ ഡ്രസ്സ് അവൾക്ക് ഒട്ടും ഇതല്ല. ഇനിയിപ്പോൾ റെഡിമെയ്ഡ് ഒരു കാരണവശാലും മേടിക്കത്തില്ല. ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും കാഴ്ചയ്ക്ക്. മാത്രമല്ല അവൾക്കൊരു കംഫർട്ടും അല്ല. ഇനി സ്റ്റിച്ച് ചെയ്യേ ഉള്ളൂ. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ലേറ്റായി. ശരിക്കും ഞാൻ അവളെ ഉച്ചയ്ക്ക് പിക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ ഞാൻ അവളുടെ പ്രോഗ്രാം കഴിയുന്നത് ഒരു 8-9 മണി വരെ ഇരുന്നു. അതിന് അവർ പ്രത്യേകം അപ്രീസിയേഷൻ തന്നു. മാത്രമല്ല അവർക്കത് ഭയങ്കര സന്തോഷമായി. കാരണം 500ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന പ്രോഗ്രാമിൽ ഞാനൊരു പാരൻറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിലവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സ്വന്തം കുട്ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ പോകുന്നതാണ്. പക്ഷേ എല്ലാം നമ്മളുടെ മക്കളല്ലേ എന്നുള്ളൊരു ചിന്ത എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഇനി ഗെയിംസ്, ക്വിസ് പ്രോഗ്രാം, അന്താക്ഷരി, DJ അങ്ങനെ ഒന്നിനും അവിടെ സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് ലേറ്റായി പോയതുകൊണ്ട്. ഇനി അതെല്ലാം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു 10 മണി തൊട്ട് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പ്രോഗ്രാം. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രാമിന് പോവുക. അപ്പോൾ DJയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്
അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ആകെ ഇതൊക്കെ ജീവിതത്തിൽ ഒറ്റ ടൈം കിട്ടുന്ന സംഭവങ്ങൾ, അത് നമ്മളായിട്ട് വെറുതെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിവിടെ പുലർച്ചെ വരെ അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ 2 മണിയായപ്പോൾ തന്നെ ഞാൻ അവളെ വിളിച്ചു. എനിക്ക് അവളില്ലെങ്കിൽ ഉറക്കം കിട്ടൂല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഗെയ്സ് നമ്മുടെ ഓണാഘോഷ പ്രോഗ്രാമിൻ്റെ വിശേഷം. മൊബൈൽ ചാർജ് ഇല്ലാതെ ഓഫായി. അത് കാരണം അവിടുത്തെ ഒരു പ്രോഗ്രാംസും എടുക്കാൻ പറ്റില്ല. പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ഇത്രയും സ്റ്റുഡൻസും നോൺ സ്റ്റോപ്പ് ആയിട്ടൊക്കെയുള്ള ഡാൻസ് ആയിരുന്നു ഓരോ ടീമിൻ്റെയും. അവർ തന്നെ സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് സ്വന്തമായിട്ട് ഇതാക്കുന്നത് അമേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയ അതേ പ്രതീതിയായിരുന്നു കേട്ടോ. അത്ര എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. എന്ത് ഹാപ്പിനെസ് ആണെന്ന് നോക്കിയപ്പോൾ എന്നോട് ഇത്ര നേരെ വെളുക്കുമ്പോൾ എണീച്ച് പോയതാണ് പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. രാവിലെ 8 മണിയായപ്പോൾ പോയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായി. ഇപ്പോഴും അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുക. ഇപ്പം ഏകദേശം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരും എത്തിക്കാണോ, എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പോയത്. പക്ഷേ അവൾ 9 മണിക്കാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഒരുങ്ങിയൊക്കെ പോയപ്പോഴത്തേക്കും 9:30 മണിയായി. അപ്പോൾ അവിടെ എത്തി. അവൾ ചെന്നതിന് ശേഷം എല്ലാവരും വന്നതെന്ന് തോന്നുന്നു. അതെനിക്കും അങ്ങനെയാണ്. സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമോ ഊണൊന്നും ഉണ്ടാവില്ല. പിന്നെ അതായിരിക്കും മനസ്സ് മുഴുവനായിട്ട്. എന്തായാലും കുഞ്ഞു മക്കളുടെ സന്തോഷമല്ലേ, അങ്ങനെ അവരുടെ ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. അങ്ങനെ അവൾക്ക് ഞാൻ ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് എനിക്ക് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അങ്ങനെ പൊന്നോട്ടി അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയി. ഞാൻ കിടക്കാനും പോയി. ഇതാട്ടോ എൻ്റെ പൊന്നോട്ടിയും ടീമും ഇട്ട് അവരുടെ പൂക്കളം. പക്ഷേ അവർക്ക് പ്രൈസ് കിട്ടിയില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ലാസ്റ്റ് അവർ അത്രയും ടൈം കഴിഞ്ഞപ്പോഴും അത്രയും ഇതായിട്ട് ഇട്ട് പൂക്കളമായിരുന്നു. എങ്ങനെയുണ്ട് ഗെയ്സ്?